ബിഗ് ബോസ് മലയാളത്തിൽ ഈ സീസണിൽ ആദ്യമായി അവതരിക്കപ്പെട്ട ഒന്നാണ് പവർ ടീം. ഹൗസിലെ സർവാധികാരികൾ എന്നാണ് ബിഗ് ബോസ് പവർ ടീമിനെ വിശേഷിപ്പിക്കുന്നത്. ക്യാപ്റ്റനേക്കാൾ അധികാരം കൈയാളാവുന്നവരാണ്. എന്നാൽ ഈ മുൻ മാതൃക ഇല്ലാതിരുന്നാൽ തങ്ങളുടെ അധികാരത്തിൻ്റെ അളവ് ഇത്രത്തോളമാണെന്നും അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്നും മത്സരാർത്ഥികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. എന്നാൽ പുതിയ പവർ ടീം ഇതാദ്യമായി വേറിട്ട രീതിയിൽ തങ്ങളുടെ അധികാരം ഉപയോഗിച്ചു. അടുത്ത പവർ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള വിവിധ ടാസ്കുകളിൽ ആദ്യ ടാസ്ക് ബിഗ് ബോസ് പ്രഖ്യാപിച്ചതിന് ശേഷം പവർ ടീം ഡൈനിങ് റൂം പൂട്ടുകയായിരുന്നു. ഓട്ടോമാറ്റിക് ലോക്ക് സംവിധാനമുള്ള റൂം പവർ ടീമിൻ്റെ ആവശ്യപ്രകാരം ബിഗ് ബോസ് പൂട്ടിയത്. തങ്ങളുടെ അധികാരം ആ രീതിയിൽ വർക്കാവുമോ എന്നുള്ള പവർ ടീമിൽ തന്നെ പരീക്ഷണമായിരുന്നു ഇത്. ഈ സമയത്ത് ഡൈനിങ് റൂമിൽ മറ്റൊരു ടീം അംഗമായ ജാസ്മിനും ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു ആക്ടിവിറ്റി വരുന്നതിന് മുമ്പ് സ്വന്തം ടീമിനല്ല ജാസ്മിൻ ഇരിക്കേണ്ടതെന്നും പലരും ചോദിച്ചു. എന്നാൽ സ്വന്തം ടീമിൻ്റെ തൻ്റെ ജോലികൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇവിടേക്ക് വന്നതെന്ന് ജാസ്മിൻ മറുപടി പറഞ്ഞു. അതിനിടെ പവർ ടീം അംഗമായ സിബിനും ക്യാപ്റ്റൻ ജിൻഡോയും അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പവർ ടീം രംഗത്തെത്തി. റൂം തുറക്കണമെന്നാണ് വിചാരിച്ചതെന്നും ഇനി തുറക്കണമെങ്കിൽ ഗബ്രി മാപ്പ് പറയണമെന്നും സിബിൻ വ്യക്തമാക്കി. എന്നാൽ താൻ അതിന് തയ്യാറായില്ലെന്ന് ഗബ്രി പറഞ്ഞു. തനിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് ഗബ്രി ആദ്യമേ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത് വാതിൽ തുറക്കാനുള്ള ഗബ്രിയുടെ അടവാണെന്ന് പവർ ടീം വിലയിരുത്തിയത്. പിന്നീട് ജാസ്മിൻ തനിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് ആവശ്യമുന്നയിച്ചപ്പോൾ കൂടിയാലോചനക്കൊടുവിൽ പവർ ടീം റൂം തുറക്കുകയായിരുന്നു.